ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതേ നോക്കിയേ, നല്ല അടിപൊളി, കാണുമ്പോൾ തന്നെ നോക്കിക്കേ, ഇത് നമ്മുടെ അടിപൊളി നോർത്ത് ഇന്ത്യൻ മാംഗോ പിക്കിളും, അതായത് മാങ്ങ അച്ചാർ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ, അതായത് നോർത്ത് വേഴ്സസ് സൗത്ത് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സൗത്തിലെ, അതായത് നമ്മുടെ കിടുക്കാച്ചി മാങ്ങാക്കറിയും അവരുടെ മാങ്ങാക്കറി. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് ഉണ്ടാക്കി നോക്കിയിട്ടും അഭിപ്രായം പറയണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇന്ന് തന്നെ എനിക്കിതാ സംഭവം എന്ന് വെച്ചാൽ 1 കിലോ മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. അവൻ പറഞ്ഞു ഇപ്പോൾ പറിച്ചിട്ട് വന്നതേ ഉള്ളൂ, എന്നിട്ട് അവൻ എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ചൊക്കെ വാടിയതായിരുന്നു. എന്തായാലും പോട്ടെ, നമുക്ക് ആദ്യം നോർത്ത് ഇന്ത്യൻ മാങ്ങാക്കറിയിലോട്ട് പോകാം, മാങ്ങ അച്ചാറിലോട്ട് പോകാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കുരു മാറ്റിയിട്ട് ഇതിൻ്റെ പാടയുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുമാതിരി ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ അവനെ പറ്റിച്ചിട്ടുണ്ട് കണ്ടോ, കുറേയൊക്കെ വാടി. പിന്നെ ബാക്കിയുള്ള കുറച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാമേ. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഇവനെ കൊണ്ടുവന്ന് വെയിലത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ ബീഹാരി ഫ്രണ്ടായിട്ടുള്ള, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ രീതിയിൽ ഒരിക്കൽ എനിക്ക് കൊണ്ടു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇവനെ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കണം കേട്ടോ. ശരിക്കും അവൾ പറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെയിലത്ത് വെക്കണമെന്നാണ്. പക്ഷേ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ പൊടിച്ചിട്ട് വരണം. 1 ടേബിൾ സ്പൂൺ, അത് 1-1.5 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുമാതിരി ഈ കറുത്ത കടുകാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, അതായത് ഞാൻ കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാമേ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞത് ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം. അപ്പോൾ ഇനി ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. 1.5 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 2 ടീസ്പൂൺ നമ്മുടെ കറുത്ത കടുകുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളതിൽ വെളുത്താണെങ്കിൽ അങ്ങനെ എടുക്കാം. വെളുപ്പാണ് എനിക്കിവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. അതുപോലെ അതായത് എൻ്റെ തൊണ്ട വീണ്ടും പോയി ഗൈസ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവ. പിന്നെ ഇത്രയും കായമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ പൊടിക്കായം വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാമേ. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവനെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. എന്നാൽ ഇതിൻ്റെ പച്ചമണം, ചെറിയൊരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണം. ഉലുവയുടെയും എല്ലാത്തിൻ്റെയും പച്ചക്കുത്ത് മാറ്റി നല്ലപോലെ ഒന്ന്, ഒരുപാട് കരിഞ്ഞു പോകരുത്. നമ്മുടെ ഈ കടുകുണ്ടല്ലോ, ടപ്പേന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് പൊട്ടാനായിട്ട് തുടങ്ങുവേ. ആ ഒരു സമയം വരെ നമുക്ക് ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകല്ലേ. അപ്പോൾ അത് അത്രയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും തന്നെ മതിയാവും. പിന്നെ നമ്മുടെ കായം ഉണ്ടല്ലോ, കട്ടക്കായമായതുകൊണ്ട് കുറച്ച് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ മാങ്ങ മുകളിൽ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ അകത്തുള്ള വെള്ളവും കാര്യമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കി കാര്യങ്ങളോട് പോകാം. ഈ സമയത്ത് നമ്മുടെ നാടൻ റെസിപ്പി ഉണ്ടാക്കാനുള്ള സംഭവം ഞാൻ കുറച്ച് കായവും ഉപ്പും ഇട്ടിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലുള്ള നമ്മൾ ഈ കായമൊക്കെ ഒന്ന് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പാൻ എടുക്കാമേ. പാനിലോട്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സൈഡിൽ അവരുടെ അച്ചാർ അവരെപ്പോഴും ഉണ്ടാക്കുന്നത് കടുകെണ്ണയിലാണ്. കടുകെണ്ണയുടെ ടേസ്റ്റ് ചിലവർക്കൊന്നും ഇഷ്ടമല്ല. സത്യം പറയട്ടെ, എനിക്കും അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ഇത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പോയി ഈ പൊടികളൊക്കെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇതുമാതിരി പൊടിക്കുക. ഒരുപാടങ്ങ് പൗഡർ ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പൊടിക്കുമ്പോഴാണ് ആ മാങ്ങാക്കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ്. ആ കറി മാത്രം മതി നമുക്ക് ചപ്പാത്തി കഴിക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിക്കും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നോക്കിയോ, ഈ എണ്ണ നല്ലപോലെ ചൂടാവണം. നല്ലപോലെ ചൂടാവുമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആവി വരുന്നത് പോലെ നമ്മളിങ്ങനെ എന്താ പറയുക, കൈ ഇങ്ങനെ വച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ചൂട് തട്ടുന്ന മാതിരി അത്രയും തന്നെ നല്ലപോലെ ഈ കടുകെണ്ണ ചൂടായി ഇതിൽ നിന്ന് ഈ പുക പോകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൻ്റെ ഒരു ആവി പോകുന്നത് നിങ്ങൾ സൈഡിൽ കൂടെ ശ്രദ്ധിച്ചാൽ കാണാം കണ്ടോ. അതുമാതിരി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, മാങ്ങ അതിലോട്ട് ഇടാമേ. ഇനി നമുക്ക് തീ കുറച്ച് വെക്കുക. നിങ്ങൾക്ക് അണച്ചിടുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട്
ഞാൻ ജസ്റ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇനി ബാക്കി പറയുന്നത് മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. ഞാനിവിടെ ഇപ്പോൾ 2-2.5-3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഞാനിവിടെ ഇടുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിനീഗർ നമ്മളിപ്പോൾ കുറേ ദിവസത്തേക്ക് വയ്ക്കുക, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ കുറച്ച് വിനീഗർ ഞാൻ എന്നാലും ഉപയോഗിക്കുന്നുള്ളൂ. ഇതെനിക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാനും ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എനിക്കൊരു വിശ്വാസക്കുറവ് അത്രയേ ഉള്ളൂ. പക്ഷേ അവൾ എന്നോട് പറഞ്ഞത് ദീദി വിനീർക്ക എന്താ പറയുക ഉസ്ക കോയി യൂസ് നെയ്യേ എന്നാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലും എനിക്കൊരിത് നാട്ടിൽ കൊണ്ടുപോകുന്നതല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ചീത്തയായി പോയാലോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മൾ ആ പൊടി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ആ പൊടിയെടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് തട്ടാം. ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. ഒരു അല്പം ഉപ്പ് എപ്പോഴും കൂടിയിരിക്കുക, അതിൽ കൂടുതലിടുക, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ നമ്മളിത് പൊടിച്ച് വെച്ചതൊക്കെ എല്ലാം കൂടി ഇട്ട് മറിച്ച് നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഇതിലെ കളർ വരുമ്പോൾ ബ്രൗൺ കളർ പോലെ ഇരിക്കുന്നില്ല, ശരിക്കും ഇതിന് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് രാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ കളർ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, പക്ഷേ ആ കളർ ശരിക്കും വരുന്നില്ല. ഈ ഒരുപാട് അങ്ങ് ഇതല്ല കേട്ടോ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ കളറാണ് അതിന് വരുന്നത്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയ ഒരു കളറായിട്ട് അതിൽ എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല മതി കണ്ടോ. സെയിം നമ്മുടെ ആ ഓരോ മാങ്ങ കഷ്ണത്തിലും ആ അരപ്പ് നല്ല പോലെ എന്താ പറയുക പൊതിഞ്ഞെടുത്തിരിക്കില്ലേ, അതുമാതിരിയാണ് കേട്ടോ വരുന്നത്. ശരിക്കും ഇന്നത്തേക്ക് കഴിക്കാൻ ഇന്നത് ടേസ്റ്റ് ഇല്ല. നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ചൂടാണിപ്പോൾ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ല മാതിരി വരും. അപ്പം ഞാൻ കുറച്ചെടുത്ത് നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ചെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ പുറത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മാങ്ങാക്കറിയിലോട്ട് പോകാമേ. ആദ്യം തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് ഞാൻ ഈ എണ്ണ വീഴ്ത്തിയേക്കുന്ന ഏതാണെന്നറിയോ? നല്ലെണ്ണയാണ്. നമ്മൾ സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്, നല്ലെണ്ണയാണ്. അതിലോട്ട് നമ്മുടെ സ്ഥിരം പരിപാടി കുറച്ച് ഉലുവ, കടുക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൽ ഞാൻ ഇഞ്ചി ഇടുന്നില്ലേ, ഇഞ്ചി എൻ്റെ കയ്യിൽ ഇല്ല, ആ സമയത്തില്ലായിരുന്നേ. ശരിക്കും ഞാൻ ഇഞ്ചി ഇടാറുണ്ട്, അപ്പം ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. അപ്പം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ എന്തൊക്കെ ഇട്ടു? കടുകും ഉലുവ ഇട്ടു, കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇട്ട്, പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇടുന്നത്. ഇനി ഇതിലോട്ട് ഇത്രയും ആയതിനു ശേഷം നമ്മൾ എന്താ ഇടുന്നത്? നമ്മുടെ പൊടികളെല്ലാം ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി മുളക് പൊടി നിങ്ങളുടെ ആവശ്യം. ഞാൻ അത്യാവശ്യം എരിയൊക്കെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയിരുന്നു. പക്ഷേ കളർ ഇതല്ല കേട്ടോ, നല്ല റെഡ് കളറാണ്. ഇപ്പോൾ നോക്കിയോ, ഇതിലോട്ട് നമ്മൾ നമ്മളെ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. പൊടികളൊക്കെ ആഡ് ചെയ്തു. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല റെഡ് കളറിലാണ്ടാണ് വരുന്നത്. നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോൾ അതത്ര കരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ ഇതിൽ ഞാൻ വിനീഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് നോക്കിയേ, നല്ല അടിപൊളി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയണേ. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, കായം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഉപ്പും കായവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ ധാരാളം, അതുകൊണ്ട് കായം ഞാനിപ്പോൾ ചേർക്കാം. അപ്പോൾ അതിനുശേഷം ആ വീഡിയോ കട്ടായി പോയിട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പ് തന്നെ ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാണിക്കുന്ന ഒരു വീഡിയോ എന്നിൽ നിന്ന് മിസ്സായിപ്പോയപ്പോൾ അത് പറയേണ്ട ഭാഗവും വോയിസ് ഓവർ കൊടുക്കേണ്ട ഭാഗവും എന്നെ നിന്ന് മിസ്സായിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ധന്യ എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബൈ ബൈ.